ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പറ ഹായ് പറഞ്ഞേ. ഹായ് പറ. ഹായ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാനും പാറൂസും കൂടെ പാറൂട്ടിക്ക് ഇഷ്ടപ്പെട്ടൊരു എന്തുണ്ടാക്കാൻ പോണേ? പാപ്പം വേണോ? പാപ്പം വേണോ? പാറൂട്ടിൻ്റെ ഭാഷ പറഞ്ഞാൽ പാപ്പം. അപ്പോൾ പാറൂട്ടിന് ഇഷ്ടപ്പെട്ടൊരു പുഡിങ് ഞാൻ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് വെറൈറ്റിക്ക് വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനും പാറസും കൂടെ ആ പുഡിങ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കാണിച്ചു തരാം. അല്ലേ പാറസ? നമുക്ക് പുഡിങ് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് പാലാണ്, പിന്നെ പഞ്ചസാര, അതുപോലെ ജലാറ്റിൻ വേണം. ഈ 3 കാര്യങ്ങൾ മാത്രം മതി നമ്മുടെ പുഡിങ് തയ്യാറാക്കിയെടുക്കാൻ: പാല്, പഞ്ചസാര, അതുപോലെ ജലാറ്റിൻ. അപ്പം നമുക്കിനി എങ്ങനെയാണ് നമ്മുടെ മിൽക്ക് പുഡിങ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുമുമ്പ് ആദ്യം എടുത്തു വച്ചിരിക്കുന്ന ജലാറ്റിനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യമേ അതൊന്ന് അലിയിപ്പിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ടൈമിൽ കറക്റ്റായിട്ട് അത് അലിഞ്ഞിരിക്കും. ഞാനിവിടെ 3 സ്പൂണ് ജലാറ്റിനാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ നമുക്ക് ആദ്യമേ അത് അലിയിക്കാനായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ പാലിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. കറക്റ്റ് ആ കൊഴുപ്പ് കിട്ടിയാൽ മാത്രമേ പുഡിങ് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കാത്ത 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് തിളപ്പിക്കാം. പാൽ ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. ഞാനിവിടെ പാറൂസിനായതുകൊണ്ട് അധികം മധുരം ചേർക്കുന്നില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർക്കാം. അതുപോലെ പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചാലും മതി. പാൽ ഏകദേശം തിളയ്ക്കാറായി വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ ജലാറ്റിൻ, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഇതേ പാല് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മൾ പുഡിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പുഡിങ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ പാറൂസിന് തന്നെയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് ആഹാരം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആൾക്ക് കഴിക്കാൻ ഇത്തിരി മടിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വെറൈറ്റിയൊക്കെ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും അത് കഴിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് തണുക്കാൻ വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വയ്ക്കാം. അപ്പം എന്തേ ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ പുഡിങ് അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയപ്പോൾ അത് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ നല്ല കെയർഫുള്ളായിട്ട് എടുക്കണം. കാരണം അത്രയ്ക്ക് സോഫ്റ്റ്, ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ശരിക്കും കൈകാര്യം ചെയ്യണം കേട്ടോ, സൂക്ഷിച്ച്. എന്നിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ക്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നട്ട്സോ പിസ്തയോ ബദാമോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. ഞാൻ ഒരു കളർഫുള്ളിന് വേണ്ടി ക്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് റെഡിയായി. നമ്മുടെ പുഡിങ് തയ്യാറായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. വളരെ സിമ്പിളായിട്ട് പാലും ഞാൻ പറഞ്ഞോളൂ പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പാറൂസ് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുക. കൊള്ളാമോ പാറൂട്ട? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അമ്മയെ നോക്കിയേ. കൊള്ളാമോ പാപ്പം? ഇഷ്ടപ്പെട്ടാ പാറൂസിന്? അവിടെ പാറൂട്ടി മൈൻഡ് ചെയ്യുന്നില്ല, കഴിക്കുന്ന ധൃതിയിലാണ്. അപ്പോൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ എടുത്തപ്പോൾ ചെറുതായിട്ടൊന്നത് അത്രയ്ക്ക് സോഫ്റ്റാണ്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പാറൂട്ടി ടാറ്റ പറ.
പാറുട്ടി ടാറ്റാ ബൈ ബൈ. ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ ഉമ്മ. അപ്പോൾ ശരി ബൈ.